വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കാനായി കേന്ദ്രം അധിക തുക നൽകാത്തതിൽ കേരളത്തിനൊന്നും തന്നെ ചെയ്യാനാവില്ല. സംസ്ഥാനങ്ങളുടെ ദുരന്ത പ്രതികരണ നിധി എന്ന SDRF വിഹിതത്തിനു പുറമെ തുക അനുവദിക്കുന്നതിനും ധനസഹായം നൽകുന്നതിന്റെ മാനദണ്ഡം മാറ്റുന്നതിനും ഉള്ള പൂർണ്ണമായ വിവേചനാധികാരം കേന്ദ്രത്തിൽ അധിഷ്ഠിതമാണ്. ഇതിനു മുൻപോ ശേഷമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു നൽകിയ തുകയുടെ പേരിൽ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി തുടർച്ചയായി അഭ്യർത്ഥിക്കാം എന്നല്ലാതെ കേരളത്തിന് മുന്നിൽ ഇക്കാര്യത്തിൽ മറ്റ് വഴികളൊന്നുമില്ല. അതായത് പിണറായി വിജയന് കേന്ദ്രത്തിന് മുന്നിൽ അപേക്ഷിക്കാം, അല്ലാതെ ഇരട്ടച്ചങ്കന്റെ ധാർഷ്ട്യത്തോടെ ആജ്ഞാപിക്കാൻ കഴിയില്ല എന്ന് സാരം. കഴിഞ്ഞ ദിവസം ദുരന്ത ലഘൂകരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അഭ്യർത്ഥനയുടെ ഭാഗമായി കത്തയച്ചിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. അധിക തുക അനുവദിക്കണമെന്നും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നുമാണ് ഇക്കത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദുരന്ത പ്രതികരണ നിധികൾ രൂപീകരിച്ചിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. SDRFൽ കേന്ദ്ര വിഹിതം 75%, സംസ്ഥാന വിഹിതം 25%വുമാണ് ഉള്ളത്. രാജ്യത്തെ നികുതി പണത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് കേന്ദ്ര സർക്കാർ NDRFലും SDRFലും നൽകി വരുന്നത്. തുക പൂർണ്ണമായി ചിലവിട്ടില്ല എങ്കിലും എല്ലാ വർഷവും വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മെമ്മോറാണ്ടം വഴി ദുരന്ത പ്രതികരണ നിധി ഉപയോഗിക്കേണ്ട സമയത്ത് SDRFൽ ശേഷിക്കുന്ന തുക ഇരുവരുടെയും തുല്യ വിഹിതമെന്നാണ് കണക്കാക്കുക. SDRFൽ ശേഷിക്കുന്ന 558 കോടിക്ക് പുറമെ അടിയന്തര ധനസഹായത്തിനായി 219.23 കോടി കൂടിയാണ് കേരളം ചോദിക്കുന്നത്. മെച്ചപ്പെട്ട സഹായം നൽകുന്നതിനായി ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക വിതരണം ചെയ്യുന്ന മാനദണ്ഡം മാറ്റേണ്ടതുണ്ട് എന്ന ആവശ്യവും കേരളം ഉന്നയിക്കുന്നു. മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായത് അതീവ ഗുരുതരമായ ദുരന്തമായി പ്രഖ്യാപിക്കാനും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് ദുരന്തബാധിതർ എടുത്തിട്ടുള്ള വായ്പയുടെ കുടിശ്ശിക എഴുതിത്തള്ളണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെക്കുന്നു. SDRFൽ കിടക്കുന്നതിൽ പകുതി തുക യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റേതാണ്. ഇതിൽ നിന്ന് 153.46 കോടി അനുവദിക്കാമെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. അതേസമയം തുക വിതരണം ചെയ്യുന്നതിന്റെ മാനദണ്ഡം മാറ്റാനാവില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. വയനാട് ദുരന്തം അതീവ ഗുരുതര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല. വായ്പ കുടിശ്ശിക എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇതുവരേക്കും തീരുമാനമായിട്ടില്ല എന്നുമാണ് കേന്ദ്രം പറയുന്നത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തശേഷമുള്ള പുനർനിർമ്മാണ പുനരധിവാസ പ്രക്രിയകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചത്. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകേണ്ടതല്ലേ? നമ്മൾ ഇതൊരു യാചനയായി ചോദിക്കുന്നതല്ല, നമ്മുടെ അവകാശമാണത്. ഈ രാജ്യം ഭരിക്കുന്ന നേതൃത്വം നിർവഹിക്കേണ്ട ഒരു കാര്യമാണത്. ഈ അവഗണന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളം ആവശ്യപ്പെട്ട സഹായം നാടിന് ലഭിക്കുമെന്നാണ് നാം കരുതുന്നത് എന്നും എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തിനു മുന്നിൽ മാതൃകയായി മാറുന്ന ഒരു പുനരധിവാസ പ്രക്രിയയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടാവാൻ പോകുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത് കേരളമാണ്. ഈ നാടിന്റെ ഒരുമയും ഐക്യവും വഴിയാണ് അസാധ്യമായത് എന്ന് കരുതിയ പലതും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെയും അത് തന്നെ സംഭവിക്കും.